എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2024 സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതി, ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. അതുപോലെ ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പറ്റുന്നതാണ്. കാര്യനിർവഹണ ശേഷിയൊക്കെ വർദ്ധിക്കും. അതുപോലെ പൊതു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കാലം അനുകൂലമാണ്. അതുപോലെ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് നല്ല പരിശ്രമം വേണ്ടിവരുന്ന സമയമാണ്. അതുപോലെ മറ്റുള്ളവരുടെ സൈഡിൽ നിന്നുള്ള എതിർപ്പുകളെ ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസരങ്ങളൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ചില വിട്ടുവീഴ്ചകളൊക്കെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ മാതാപിതാക്കളുടെയും പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ തുറന്ന പറച്ചിൽ, വെട്ടി തുറന്നുള്ള പറച്ചിലൊക്കെ കൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ അതൃപ്തിക്ക് ഇടയാകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിവാഹ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ജനുവരി ഫെബ്രുവരി മാസം. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതൽ ഉള്ള സമയമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം, അല്ലെങ്കിൽ നഷ്ടസാധ്യതയുണ്ട്. മാതാവിൻ്റെ സൈഡിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ വിദേശ ജോലി ലഭിക്കുന്നതാണ്. സാമ്പത്തിക ലാഭം, വാഹനയോഗം എന്നിവ ഉണ്ടാകുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അതുപോലെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്, അല്ലെങ്കിൽ ചെറിയ ചതിയിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന സമയവുമാണ് മാർച്ച് ഏപ്രിൽ മാസം. അതുപോലെ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഭൂമി വാങ്ങുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ വീട് പുതുക്കി പണിയുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതാണ്. അതായത് പ്രതീക്ഷയിൽ കൂടുതൽ ധനലാഭമൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് മാർച്ച് ഏപ്രിൽ മാസം. ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ വിജയം ഉണ്ടാകും. വരവ് ചെലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം പ്രയാസം വരുന്നതാണ്. അതുകൊണ്ട് ചിലവുകളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെയായി ഇടപെടുന്ന കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. അല്പം അകൽച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലി കിട്ടുന്നതാണ്. അതുപോലെ അധ്യാപന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ കാലമാണ്. എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ മനസ്സിനെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. അതുപോലെ യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്തും ഒക്കെ അധികാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ഗുരുജനങ്ങളുടെ ഒക്കെ ഉപദേശം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഗുരുജനങ്ങളുടെയൊക്കെ ഉപദേശം ലഭിക്കുന്നത് മൂലം പല അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാനും കഴിയുന്നതാണ് മെയ് ജൂൺ മാസങ്ങളിൽ. സഹോദര സ്ഥാനത്ത് നിന്ന് അകൽച്ച മനോഭാവം ഉണ്ടാകുന്നതാണ്. അതുപോലെ മിത്രങ്ങളൊക്കെ ശത്രുക്കളായി മാറുന്ന സമയമാണ് മെയ് ജൂൺ മാസം. അതുപോലെ പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടും അല്പം അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂലൈ ആഗസ്റ്റ് മാസം കൂടുതൽ, അതായത് വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം കാലം കുറച്ചുകൂടി അനുകൂലമാകുന്നതാണ്. വരവ് ചെലവ് കണക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുപോലെ സുഖത്തിനും
ആഡംബരത്തിനും ഒക്കെ വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സമയമാണ്. അർഹതയില്ലാതെ എവിടെന്നെങ്കിലുമൊക്കെ പണം ലഭിക്കാൻ യോഗമുണ്ട്. പക്ഷേ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കൂട്ടു ബിസിനസ് നഷ്ടത്തിന് സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ മാതാവിൻ്റെ സൈഡിൽ നിന്നൊക്കെയുള്ള ഗുണം കൂടുന്നതാണ്. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ രോഗം പിടിപെടുന്നത് മൂലം ദുഃഖം ഉണ്ടാകുന്നതാണ്. അതുപോലെ അയൽക്കാരുമായി ഒരു സൗഹൃദ ബന്ധം, നഷ്ടപ്പെട്ട സൗഹൃദമൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. വിദ്യാഭ്യാസ രംഗത്തൊക്കെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല സമയമാണ്. ഊഹക്കച്ചവടത്തിൽ ഈ ജൂലൈ ആഗസ്റ്റ് മാസവും ഏർപ്പെടരുത്, നഷ്ടം സംഭവിക്കുന്നതാണ്. അതുപോലെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ഉള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. അനാവശ്യ ചിന്തകളൊക്കെ എന്നാൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ലക്ഷ്യബോധത്തോടു കൂടി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് വിജയത്തിലൊക്കെ എത്തിക്കാൻ പ്രയാസപ്പെടുന്നതാണ്. ധനനഷ്ടം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ധനപരമായ ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുറച്ച് നാളായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. കുടുംബത്തെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളുടെ പെരുമാറ്റമൊക്കെ അല്പം മനോവിഷമത്തിന് ഇടവരുത്തുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നവംബർ ഡിസംബർ മാസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ശത്രുദോഷമൊക്കെ കുറയുന്നതാണ്. മാതാവിൻ്റെ സൈഡിൽ നിന്നൊക്കെ സഹായം കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണ്. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അല്പം ശ്രദ്ധിക്കണം. ദൂരയാത്രകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടതായി വരുന്നതാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടാകും. അതുപോലെ വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ് നവംബർ ഡിസംബർ മാസം. അതുപോലെ ഏതെങ്കിലും തർക്ക പ്രശ്നങ്ങളിലൊക്കെ മധ്യസ്ഥത വഹിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ്. മുൻകോപം ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് ഇടയാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായിട്ട് അല്പം പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തിയൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അതുപോലെ ദേവീ പ്രീതി നേടുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.